വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ച്, അതിൻ്റെ സക്സസ്സിനെ കുറിച്ച് ആ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു റീറ്റെയിലർ ഒരു റീറ്റെയിൽ ഷോപ്പിൽ എങ്ങനെ പെരുമാറണം? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ഷോപ്പിൽ എപ്പോഴും നിറസാന്നിധ്യമായി ഉണ്ടായിരിക്കണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും വീക്ഷിക്കാനുള്ള മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാറുണ്ട്. എത്ര അധികം സംസാരിച്ചാലും, എത്രമാത്രം സംസാരിച്ചാലും, എത്ര ആഹ്ലാദത്തോടെ സംസാരിച്ചാലും, എത്ര സോങ് കാറിൽ നിന്നും ഒഴുകി നമ്മുടെ കാതുകളിൽ എത്തിയാലും നമ്മുടെ രണ്ട് കണ്ണുകൾ റോഡിലുണ്ടാകണം. ബാക്ക് വശത്തും ഇരു സൈഡുകളിലും ഉണ്ടാകണം, അല്ലേ? കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണമല്ലോ. അതുപോലെ നമ്മുടെ കണ്ണുകൾ ആ ഷോപ്പിന് ചുറ്റും ഒരു സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണം. ഏത് തരം കസ്റ്റമറാണ് നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരുന്നത്, അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണം. എന്ത് കാര്യങ്ങൾക്കാണ് എൻ്റെ ഷോപ്പിലേക്ക് എൻ്റെ ഒരു കസ്റ്റമർ കയറി വരുന്നത്, അവർ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്, അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ സ്റ്റാഫ് എങ്ങനെയാണ് അവരോട് ഇടപഴകുന്നത്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, വളരെ ആഹ്ലാദകരമാണോ, വളരെ സ്മൈലായിട്ടാണോ, വളരെയധികം ഇംപ്രസീവായിട്ടാണോ, വളരെ ബഹുമാനത്തോടെയാണോ, നമ്മുടെ കസ്റ്റമറെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ ആ കസ്റ്റമറെ തിരിച്ചയക്കാൻ നമ്മുടെ സ്റ്റാഫുകൾക്ക് കഴിയുന്നുണ്ടോ, അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ കണ്ണുകൾ ആ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ കണ്ണുകൾ ആ ഷോപ്പിൽ ഉണ്ടായാൽ ആ കസ്റ്റമറും നിങ്ങളും ആ സ്റ്റാഫുകളും തമ്മിൽ നിങ്ങൾ 3 പേരും കൂടി ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം. പിന്നെ എന്ത് സാധനം വാങ്ങിക്കാൻ വന്നാലും നിങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമർ നിങ്ങളെ തേടി വരണം. സ്റ്റാഫിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കണം. ഒരു കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ രീതിയിൽ പെരുമാറിക്കൂടാ. വളരെ സ്നേഹത്തോടെ, ഷൗട്ട് ചെയ്യാതെ വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ ഒരു കസ്റ്റമറുടെ അടുത്ത് സാധിക്കണം. അതിന് നിങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും അവരെ സ്നേഹിക്കാൻ, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ഒപ്പം നിന്ന്, അവർ വീട്ടിൽ നിന്നും പൊതിച്ചോറുമായിട്ട് വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നവരാണ്. ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ഓണറെ സംബന്ധിച്ചിടത്തോളം അവരും ആ സ്റ്റാഫും അയാളുടെ കസ്റ്റമറാണ്, അവിടെ നിൽക്കുന്ന സ്റ്റാഫും അതേപോലെ തന്നെ പെരുമാറണം. ആ സ്റ്റാഫിൻ്റെ ഒരു പാകപ്പിഴകൾ, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തേണ്ട ഭാഷ സ്നേഹത്തിലൂടെയാകണം. സ്നേഹത്തെ ഈ ലോകത്ത് ആരും തോൽപ്പിച്ചിട്ടില്ല. ഇനി തോൽപ്പിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടാവുകയുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ ഏത് കാര്യവും എന്ത് കാര്യം മനുഷ്യരോട് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുമെന്നും അത് അക്സെപ്റ്റ് ചെയ്യുമെന്നും അത് അംഗീകരിക്കുമെന്നുമുള്ള കാര്യം, ആ ഒരു ജീവിതത്തിൻ്റെ തിയറി അത് മനസ്സിലാക്കി വയ്ക്കണം. ജീവിതത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് സ്നേഹമാണ്, നല്ല പെരുമാറ്റമാണ്, മനുഷ്യത്വമാണ്. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു ചെറു പുഞ്ചിരിയാണ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വച്ചാൽ അത് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ നന്നായിരിക്കും. ഈ ചിലതരം കസ്റ്റമേഴ്സ് ഉണ്ട്, വളരെ ചൂടന്മാരായിരിക്കും. അവരുടെ സ്വഭാവം അത്തരത്തിലായിരിക്കും. ചിലപ്പോൾ ഷുഗർ കൂടിയ ആൾക്കാരൊക്കെ ആയിരിക്കാം കസ്റ്റമർ. പലതരത്തിലുള്ള ആൾക്കാരല്ലേ നമ്മുടെ ചുറ്റുപാടുള്ളത്. നമ്മൾ എല്ലാവരെയും എന്നെപ്പോലെ എല്ലാവരും ആകണം, അല്ലെങ്കിൽ മറ്റൊരു നല്ല വ്യക്തിയെപ്പോലെ എല്ലാവരും ആകണം, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ അവർ പെരുമാറണം, അത് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചുകൂടാ കേട്ടോ. പല ആൾക്കാരും പല വിധമാണ്, പല സ്വഭാവക്കാരായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് അങ്ങനെ ഷൗട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം, എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ആ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഇതെല്ലാം
ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സുകാരൻ പരിശീലിക്കേണ്ട കാര്യം ക്ഷമയാണ്. ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് വേണ്ടത് ഒരു ബിസിനസ്സുകാരനായിരിക്കണം. എന്തും സഹിക്കാനും ക്ഷമിക്കാനും മുന്നോട്ട് കുതിക്കാനുമുള്ള ആർജവത്വം ഒരു റീറ്റെയിലർക്കുണ്ടായിരിക്കണം. കസ്റ്റമർ എടാ എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ യെസ് സാർ എന്താണ് വേണ്ടത്, നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണ്. നമ്മൾ അവൻ്റെ വീട്ടിൽ പോയി അല്ല സംസാരിക്കുന്നത്. നമ്മുടെ ഷോപ്പിലേക്ക് ആര് വന്നാലും ആ ഒരു മര്യാദ, ആ ഒരു സ്നേഹം, അങ്ങനെ വിളിച്ച് സംസാരിച്ചാൽ പോലും നമ്മൾ സ്നേഹത്തോടെ എന്താണ് സാറിന് വേണ്ടത് എന്ന് അവനോട് തിരിച്ചു ചോദിച്ചാൽ അവൻ മഞ്ഞുരുകുന്ന പോലെ ഉരുകാൻ തുടങ്ങും. മനുഷ്യ ജന്മമാണ് അവനെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ ചിന്തിക്കും, ഞാൻ പറഞ്ഞത് മോശമായിപ്പോയി, ഞാൻ സംസാരിച്ചത് മോശമായിപ്പോയി, ഇത്തിരി അതിര് കടന്നുപോയി എന്ന് സ്വയം അയാൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു നിമിഷം നമ്മൾ നന്നായി പെരുമാറിയാൽ അയാളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് രാത്രി കിടക്കാൻ നേരത്തും അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കും, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്, അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്ന്. ഇതിൽ നിന്നും എന്തെങ്കിലും അങ്ങ് പുറത്തേക്ക് പോയാൽ അത് പോയതാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാകില്ലെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ സ്നേഹത്തോടെ അവരായിട്ട് ഇടപഴകുക, ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. റീറ്റെയിൽ അതിൻ്റെ ഏരിയകൾ നെക്സ്റ്റ് എപ്പിസോഡിൽ തുടരും. ഓൾ ദ ബെസ്റ്റ്.